അപ്പൊ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കാൻ വരെ ഒരു ഭയമുള്ള കാലമായി ഇപ്പോ. ഞാൻ പറയുന്നത് പിഷാരടിക്കല്ല അത് കൊടുത്തിട്ടുള്ളത്. വേറെ സംസാരിച്ച് എന്നോട് ഇനി ആരെയും കളിച്ചാൽ ഞാൻ ഇതുപോലെ പുറത്ത് വിടും എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്റെ തോന്നലതാ. പലരുടെയും വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. എനിക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് ഞാൻ പതുക്കെ പതുക്കെ വെളിയിലേക്ക് എടുത്തിടും എന്നുള്ള ഒരു വാണിംഗ് അതിനകത്തുണ്ട്. അതിലാണ് ഞാൻ ഈ പറയുന്നത് പലരും പെട്ടിരിക്കുന്നത്. ഇപ്പൊ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാമേനോനുമെതിരെ ഇപ്പൊ സീനത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടുതലും ശ്വേതാമേനോനെതിരെയാണ് പറയുന്നത്. നമുക്കിത് കേട്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ അമ്മ എന്ന സംഘടനയെ കുറിച്ച് നമുക്കറിയാം. AMMA. ഇപ്പൊ അവിടെ അടിയുടെ പൂരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സെക്ഷനായിട്ട് തിരിഞ്ഞ് 2-3 സെക്ഷനായിട്ട് തിരിഞ്ഞാണ് അവിടെ അടി നടക്കുന്നത്. കുറെ പേര് കേസ് കൊടുക്കുന്നു. ആ കേസിന്റെ പുറകിലേക്ക് കുറെ പേര് പോകുന്നു. എനിക്ക് കേസ് കൊടുത്താൽ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഒരാൾ വോയിസ് ഒക്കെ ഇറക്കുന്നു. മോഹൻലാലിന്റെ സിനിമയിലെ കുറെ ഡയലോഗ് ഒക്കെ വെച്ചിട്ട് ലക്ഷ്മിപ്രിയ ഒരു വോയിസ് ഒക്കെ ഇറക്കുന്നു. ഇത് അങ്ങനെ ഇങ്ങനെ ഒന്നും തീരുന്ന പ്രശ്നമല്ല എന്ന് ഏകദേശം കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും സീനത്ത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സീനത്തിനെ അറിയായിരിക്കും. പഴയ ഒരു നടിയാണ്. പഴയ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് സീനത്ത്. അപ്പൊ സീനത്ത് ഈ അമ്മയിലെ വിഷയങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കുറെ ചിന്തിക്കാനും ഉണ്ട്, കുറെ പറയാനും ഉണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം. അല്ല, വർഗീയത കൊണ്ടുവരുന്ന ആൾക്കാർ അമ്മയിൽ നല്ലതല്ല. വർഗീയത കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. നമ്മളെ അമ്മ അസോസിയേഷനിൽ കലാകാരന്മാരേ ഉള്ളൂ. അവിടെ മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. ആണില്ല, പെണ്ണില്ല, ഒന്നും ഇല്ല. അവിടെ ഇങ്ങനത്തെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാറിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇത് വളരെ പച്ചക്കല്ല ആ കുട്ടി വന്നിരുന്ന് പറഞ്ഞത്. ഒരാളുടെ ജീവിതത്തിലേക്ക് വരെ കടന്നു കയറി. അതൊക്കെ എന്തിനെന്ന് മനസ്സിലാവുന്നില്ല. ആ സമയത്ത് അങ്ങനത്തെ സംസാരിക്കുമ്പോ അപ്പ കട്ട് ചെയ്യണമായിരുന്നു. അത് അപ്പോഴത്തന്നെ ആക്ഷൻ എടുക്കണമായിരുന്നു. നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരെ പറ്റിയിട്ടല്ലേ ഈ പറയുന്നേ. അത് എന്താണ് അതിന്റെ ഗുണം, എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ആദ്യം പറയുന്നത് ഈ പറയുന്ന അൻസിബയെ കുറിച്ചാണ്. അൻസിബയെ ജിഹാദി എന്ന് വിളിച്ച വിഷയം അതിപ്പോഴും കത്തി നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ജിഹാദി എന്ന് വിളിച്ചതിനോട് യോജിപ്പില്ല. ലക്ഷ്മിപ്രിയ അങ്ങനെ വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അത് അറിഞ്ഞപ്പോൾ തന്നെ അത് നിയന്ത്രിക്കണമായിരുന്നു എന്നാണ് ഇവിടെ സീനത്ത് പറയുന്നത്. അത് ശരിയാണ്. പക്ഷെ എന്ത് ചെയ്യാം, അകത്തുള്ള ഈ പറയുന്ന അമ്മയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും ലക്ഷ്മിപ്രിയയുടെ ഒപ്പമാണ് അന്ന് നിന്നത്. നമ്മൾ ആ ന്യൂസുകളൊക്കെ വെളിയിൽ കേട്ടതാണ്. പിന്നെ ഈ വിഷയങ്ങളൊക്കെ ഒരുപാട് വായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോസ്റ്റ്മോർട്ടമൊക്കെ വന്നു. എനിക്ക് ഒരുപാട് തെറ്റുകളൊക്കെ പറ്റി, ഇനി അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെമ്പർമാർക്കെല്ലാം കത്തുകളൊക്കെ അയച്ചു ഈ അമ്മയുടെ പ്രസിഡന്റ്. ഇത് ആദ്യമേ ചെറിയ ഒരു വിഷയമായിരുന്നു. ഇത് മുളയിലേ നുള്ളേണ്ട വിഷയമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അവിടെ ഒരു ഗ്യാങ് രൂപപ്പെട്ടു. ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗ്യാങ്, ശ്വേതാമേനോന് വേണ്ടിയിട്ട് വേറൊരു ഗ്യാങ്, അൻസിബ വേറൊരു വശത്ത്, അങ്ങനെ പോയി. അപ്പോഴാണ് അൻസിബ ഈ ഭയങ്കരമായ ഒരു ബോംബെടുത്ത് വെളിയിടുന്നത്. അവിടെ ഞാൻ എല്ലാവരെയും മതം മാറ്റാൻ ശ്രമിക്കുന്നു, എന്നെ ജിഹാദി ആക്കാൻ ശ്രമിക്കുന്നു, ഞാൻ ജിഹാദി ആണെന്ന് പറയുന്നു, അങ്ങനെ പറഞ്ഞു വരുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അൻസിബ ആദ്യത്തെ അലിഗേഷൻ പറയുന്നത്. അത് മാത്രമല്ല, എപ്പോഴും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഒരു ഫയലുമായിട്ടാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്, ഒരു ഫയലുമായിട്ടാണ് കയറി പോകുന്നത് അകത്തോട്ട് അമ്മയുടെ മീറ്റിങ്ങിന്. തിരിച്ചു വന്നപ്പോൾ മൊത്തവും കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഈ പറഞ്ഞ അൻസിബ വെളിയിൽ വന്നത്. അൻസിബയുടെ മുന്നിൽ മുട്ടി നിൽക്കാൻ ഇവർക്ക് ആർക്കും പറ്റിയില്ല. അൻസിബ തെളിവ് നിരത്തിയാണ് അവിടെ ഓരോ കാര്യങ്ങളും സംസാരിച്ചതെന്ന് അതിനകത്തുള്ളവർ തന്നെ പറയുന്നുണ്ട്. പല അഭിമുഖങ്ങളിലും അത് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ റൂമിൽ ഒരാൾ വന്ന് അവള് കള്ള് കുടിക്കുന്നൊക്കെ മദ്യം വാങ്ങിക്കൊടുക്കാൻ പറയുമെന്ന് പറഞ്ഞ ഒരു പെണ്ണിനോട് ഒരു പെണ്ണ് മദ്യം വാങ്ങിക്കൊടുക്കണമെങ്കിൽ അപ്പൊ ആ മദ്യം വാങ്ങിക്കൊടുക്കാൻ പറയുന്നത് അതിലേറെ വലിയ മദ്യപാനിയാവണല്ലോ. അല്ലാത്ത ഒരാളോട് മദ്യം, എനിക്കത് കേട്ടപ്പോ എനിക്കത് തോന്നിയത്. അല്ലാത്ത ഒരാളോട് എനിക്ക് മദ്യം വേണമെന്ന് പറയും. എനിക്കറിയില്ല ഇതിന്റെ ആവശ്യം എന്താണ്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നി. എന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്, ഈ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോന്ന്. അതൊന്നും വെച്ച് പൊറപ്പിക്കാൻ പറ്റാത്ത കാര്യം. ഈ പറയുന്ന ഒരാളെ കുറിച്ച് ലക്ഷ്മിപ്രിയ തന്നെ പറഞ്ഞിരുന്നതാണ്, ഞാൻ അവര് കഴിച്ചതിന്റെ ഒക്കെ ബില്ല് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചുമ്മാ പോയത് കേട്ടോ, ഞാൻ മദ്യം കഴിക്കാനൊന്നും പോയതല്ല. അപ്പൊ ഇവിടെ സീനത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വാല്യുബിൾ ആണ്. എന്ന് വെച്ചാൽ മദ്യം കഴിക്കാത്ത ഒരാളോട് ആരെങ്കിലും മദ്യം വാങ്ങിച്ചു തരാൻ പറയുമോ? അല്ലെങ്കിൽ എന്തിന് അവിടെ ബാറിൽ പോയിരുന്നിട്ട് ബില്ല് കൊടുത്തു? ഞാൻ ബില്ല് കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന ആളിനെ നമ്മൾ എത്രമാത്രം വിശ്വസിക്കും? ഒരിക്കലും പറ്റത്തില്ല. അപ്പം എവിടെയോ എന്തെയോ ഒക്കെ ഒന്ന് ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ സീനത്തും ഇവിടെ പറയുന്നത്. മദ്യം ഉപയോഗിക്കാത്ത ഒരാളോട് പറയുമോ, എനിക്ക് നീ മദ്യം വാങ്ങിച്ചതാ, നീ ആ മദ്യം കഴിക്കുന്നതിന്റെ ബില്ല് കൂടെ എന്ന് ആരെങ്കിലും പറയുമോ? എനിക്കറിയത്തില്ല കേട്ടോ. അവളിപ്പോ അമ്മയിലില്ല, അവള് രാജിവെച്ച് പോയി. തിരിച്ചെടുക്കും എപ്പോഴെങ്കിലും തോന്നണ്ടോ? എനിക്കറിയില്ല. തിരിച്ചെടുക്കുകയാണെങ്കിൽ കുറെ ആൾക്കാർ പോയിട്ടുണ്ട്, അവരെയൊക്കെ എടുക്കണ്ടേ. ലക്ഷ്മിപ്രിയ മാത്രമല്ലല്ലോ പോയിട്ടുള്ളത്, ഒരുപാട് പേരുണ്ട്, കുറെ ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പൊ ലക്ഷ്മിപ്രിയനെ എടുക്കുന്നതിന് മുമ്പ് എടുക്കേണ്ട ആൾക്കാരുണ്ട്.
അവരെടുത്തിട്ടല്ലേ ലക്ഷ്മിപ്രിയ എടുക്കാൻ പറ്റുള്ളൂ. അതെ അതെ അതെ. രാജിവെച്ചു എന്ന് ആദ്യം പ്രഖ്യാപിച്ച ആളെ അകത്തേക്ക് വരികയും ചെയ്തു ശ്വേത. ശ്വേതാ മേനോൻ. രാജിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വെച്ച ആൾക്കാർ കുടുങ്ങുകയും ചെയ്തു. അതിലുണ്ടായ അവള് ഇപ്പോഴും പറയണത് ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കുന്നത്. അതെന്താന്ന് മനസ്സിലാവുന്നില്ല. ലക്ഷ്മിപ്രിയയെ അമ്മയിൽ തിരിച്ചെടുക്കുന്നതിനോട് ഒരുമാതിരിപ്പെട്ട ആക്ട്രസിനൊന്നും അല്ലെങ്കിൽ ആക്ടേഴ്സിനൊന്നും തിരിച്ചെടുക്കണം എന്നുള്ള പറയുന്ന ഒരു അഭിപ്രായം ഇല്ല. അത് നമ്മൾ പല അഭിമുഖങ്ങളിലൂടെയും പലരും പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ലക്ഷ്മിപ്രിയ വരുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളത്. അപ്പൊ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കണം ലക്ഷ്മിപ്രിയ എത്രത്തോളം ആ കമ്മിറ്റിക്കകത്ത് പ്രശ്നക്കാരിയായിരുന്നു എന്നുള്ളത്. ഒരുമാതിരിപ്പെട്ട ഒരാളും ഈ ഇന്റർവ്യൂ കൊടുക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ അമ്മയുടെ വിഷ്വൽസിനെ കുറിച്ച് സംസാരിക്കുന്നവരായിക്കോട്ടെ അവരാരും ലക്ഷ്മിപ്രിയ ഈ അമ്മയിലേക്ക് തിരിച്ചു വരുന്നതിനോട് യോജിപ്പില്ലാത്തവരാണ്. ലക്ഷ്മിപ്രിയയുടെ കയ്യിലിരിപ്പ് കാരണം തന്നെയാണ് എനിക്ക് തോന്നുന്നു ലക്ഷ്മിപ്രിയ ആയിരുന്നു അവിടുത്തെ യഥാർത്ഥ കുത്തിത്തിരിപ്പ് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും ശ്വേതാ മേനോൻ അതിൽ പെട്ടുപോയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശ്വേതാ മേനോനെ പെടുത്തി എന്നുള്ളതാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ശരിക്കും അവിടെ ചർച്ച ചെയ്യേണ്ടത് പണത്തിന്റെ കാര്യം ഒന്ന് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ വർഗീയ പരാമർശം വന്ന് അതായിരുന്നു ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. കാരണം എന്താ പറയുക, ഇന്നത്തെ കാലഘട്ടം ഭയങ്കര മോശമാണ്. തീർച്ചയായിട്ടും. പിന്നെ ജിഹാദി ജാതി മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോ അതവിടെ നടന്നു. ചെറുതല്ല. അൻസിബയെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അത് പറഞ്ഞു കഴിഞ്ഞാല് അത് അൻസിബ നേരത്തെ വന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് തിരുത്താൻ പറ്റില്ല. വേറൊരാള് വന്നിട്ട് പറയണ് എന്നെ ആ കുട്ടി ജാതി മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ തെളിവില്ലാത്ത കാര്യമാണ്. തിരുത്താൻ പറ്റുമോ? ഒരിക്കലും തിരുത്താൻ പറ്റില്ല. അവളെ അറസ്റ്റ് ചെയ്യാം. അപ്പൊ അൻസിബ അത് നേരത്തെ കണ്ടിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവള് പുറത്തു വന്നത് പറഞ്ഞത്. ആ ഒരു പരാമർശം വന്നപ്പോ തന്നെ അത് തീരുമാനം എടുക്കണമായിരുന്നു. ഇതിവിടെ പറ്റില്ല, ഇതിവിടെ സംസാരിക്കാൻ പറ്റില്ല. ശ്വേതയ്ക്ക് ആദ്യം പറ്റിയത് അതാണ്. ചെറുതായിട്ടുള്ള പ്രശ്നം തുടങ്ങിയപ്പോഴേ ലക്ഷ്മിപ്രിയ ഇങ്ങനെ എന്നെ പറഞ്ഞു, അല്ലെങ്കിൽ ടിനി ടോം എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേ അതില് ഇവരെ വിളിച്ചിരുത്തി ഒരു കോംപ്രമൈസ് ചർച്ച നടത്തി ഇനി മേലാൽ അത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വിഷയം ഇത്രയ്ക്കൊന്നും ആവത്തില്ലായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഈ അലിഗേഷൻ ഭയങ്കരമാണ്. നമ്മൾ ഇത് സിമ്പിൾ ആയിട്ടൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ മതം മാറ്റാൻ ശ്രമിച്ചു, ജാതി മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് വലിയൊരു അലിഗേഷൻ തന്നെയാണ്. ഇതൊക്കെ മറ്റുള്ള സംഘടനകൾ അല്ലെ മറ്റുള്ള പാർട്ടിക്കാരൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് അൻസിബയ്ക്കെതിരെ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആ ഒരു അമ്പ് പോയി കൊള്ളുന്നത്. പ്രത്യേകിച്ച് അൻസിബയുടെ പേരും ഒരു പ്രത്യേക ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളും ആയതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് അത് എറിക്കുമെന്നുള്ള കാര്യം ഒരു സംശയമില്ല. അതിനെ മുതലെടുക്കാൻ വേണ്ടി ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മുന്നിട്ടിറങ്ങും. അപ്പൊ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അൻസിബ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചതും ആ പരാതി ഉന്നയിച്ചതിന് ശേഷം അമ്മയുടെ അകത്ത് ഇതിനെക്കുറിച്ച് യാതൊരു ചർച്ചയും നടക്കാതിരുന്ന സമയത്താണ് വെളിയിൽ മീഡിയയ്ക്ക് മുന്നേ വന്ന് പറയേണ്ടി വന്ന ഒരു അവസ്ഥ വന്നതും കോടതിയിലേക്ക് പോകേണ്ടി വന്നതും. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഈ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ശ്വേതയുടെ കഴിവുകേട് തന്നെയാണ്. ഇതിനെ നമ്മൾ കഴിവ് കേട് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ചെറിയ ഒരു വിഷയത്തിൽ 4 പേരിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നത്തെ ഇത്രയും വലുതാക്കി കൊണ്ടുവന്നതിൽ ശ്വേതയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. ആ പങ്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ലക്ഷ്മിപ്രിയ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മിപ്രിയയാണ് അവിടുത്തെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ്. ശ്വേതാ മേനോന് ഈ കുത്തിത്തിരിപ്പിന്റെ കൂടെ ചേർന്നുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. പിന്നീടാണ് ശ്വേതാ മേനോൻ ഈ വിഷയങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും ഇരുത്തി ഒന്ന് ചിന്തിച്ചു കാണും. ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ആ പണി കിട്ടിയത് ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയയുടെ കൂടെ ഞാൻ നിന്നതും അതുപോലെ തന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ ഞാൻ പറയേണ്ടത് എനിക്ക് പറയാൻ പറ്റാത്ത വന്ന ഒരു സാഹചര്യത്തിലുമാണ്, അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ഇന്ന ആക്ഷൻ എടുക്കണമായിരുന്നു എന്ന് പിന്നെയാണ് ശ്വേതാ മേനോൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അതുപോലൊരു പോസ്റ്റും ഒരുപാട് അമ്മയിലെ സംഘടനയിലുള്ളവർക്കൊക്കെ ലെറ്ററൊക്കെ അയച്ചു തുടങ്ങിയത്, എനിക്ക് അബദ്ധം പറ്റി പോയതാണ്, ഇനി അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഈ ലക്ഷ്മിപ്രിയ ഒരു അന്യായ കുത്തിത്തിരിപ്പാണ് കേട്ടോ. ആ വോയിസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പലയിടത്തുനിന്നും കേട്ട് കാണും. ആ വോയിസ് ഒക്കെ എന്തോ ഡയലോഗൊക്കെ അടിക്കുന്നത്. എന്ത് മോഹൻലാൽ പോലും പല സിനിമകളിലും പറഞ്ഞ ഡയലോഗൊക്കെ കൂട്ടി അങ്ങോട്ട് ചേർത്തിട്ട് എന്നെ ആരും ഒന്നും ചെയ്യാനില്ല, ഞാൻ ഇതിൽ മരുന്ന് കണ്ടെന്നുള്ള രീതിയിൽ. ഇത് ആരാണെന്നാ ഈ ലക്ഷ്മിപ്രിയയുടെ വിചാരം? എനിക്കറിയത്തില്ല. ലക്ഷ്മിപ്രിയയുടെ ആ വാക്കുകളൊക്കെ കേട്ട് കഴിയുമ്പം പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവും എന്നെ ആരും ഒന്നും ചെയ്യാനില്ല, എനിക്കറിയാം എന്താ ചെയ്യാനുള്ളത് എന്നുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ശരിക്കും ആ അമ്മയിലെ ഇത്രയും വിഷയങ്ങൾക്ക് കാരണം എങ്ങനെ എടുത്തു നോക്കിയാലും ഈ ലക്ഷ്മിപ്രിയ തന്നെയാണ്. ഇവര് പരസ്പരം അടി കൂടാനാ നോക്കിയത്. അപ്പൊ അന്ന് മീറ്റിങ്ങിലും അതെ, സംസാരിക്കുന്നത് മുഴുവനും ശ്വേതയായിപ്പോയി. സെക്രട്ടറി അപ്പോഴും വളരെ കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സെക്രട്ടറിക്ക് എതിരെ ആർക്കും കൈ ചൂണ്ടാൻ സന്ദർഭം കിട്ടിയില്ല. ശ്വേതക്കെതിരെ മാത്രമായിപ്പോയി വന്നത്. അതിന്റെ ഇടയിൽ കൂടെ കുക്കു രക്ഷപ്പെട്ടു. അതാണ്ടായത്. കുക്കു പരമേശ്വരൻ നമ്മൾ ഈ ഇഷ്യൂ ഉണ്ടായ സമയം മുതലേ കേൾക്കുന്ന പേരാണ്. പക്ഷെ ഇതൊന്നും മെയിൻ സ്ട്രീമിലേക്ക് വന്നില്ല എന്നുള്ളതാണ് ഈ കുക്കു പരമേശ്വരന്റെ പേര്. കുക്കു പരമേശ്വരൻ എന്ത് ചെയ്തു? ഈ പറയുന്നത് പോലെ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ശ്വേതാ മേനോനാണ് അവിടെ മറുപടി പറഞ്ഞതെന്നും സെക്രട്ടറി അവിടെ മിണ്ടാതിരിക്കുകയായിരുന്നു എന്നുമാണ് ഇവിടെ സീനത്ത് പറയുന്നത്. എന്നുവെച്ചാൽ കുക്കു എന്തോ ചെയ്തു? അവിടെ മിണ്ടാതിരുന്നു, ഇവർ തമ്മിൽ ആയിക്കോട്ടെ,
ഇനി ഞാൻ പോയി ഇതിനിടയ്ക്ക് വീഴുന്നില്ല, അല്ലെ ഞാൻ വീണാൽ ഇനി ഇതിലും വലിയ വിഷയങ്ങൾ ഉണ്ടാകും, അല്ലെ എനിക്കെതിരെ അലിഗേഷൻസ് ഒരുപാട് വരും എന്ന് കരുതിയിട്ടായിരിക്കാം കുക്കു മിണ്ടാതിരുന്നു. സത്യമാണ്, കുക്കുവിന്റെ പേര് പിന്നെ ആരും പരാമർശിച്ച് കേട്ടില്ല. 1-2 ചാനലുകളിൽ ഇങ്ങനെ വന്നു, ആദ്യമൊക്കെ വന്നു എന്നുള്ളതല്ലാതെ കുക്കുവാണ് സത്യത്തിൽ ഇതിന്റെ ഇടയിൽ കൂടി രക്ഷപ്പെട്ടത്. കുക്കു ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കില്ല. പക്ഷെ കുക്കുവിനും ഈ വിഷയത്തിൽ ശരിക്കും ഒരു കൈ ഉണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. പക്ഷെ അതൊന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിന് കാരണം ആരാണ്? ഈ പറഞ്ഞ ശ്വേതാ മേനോനാണ്. എല്ലാം ശ്വേതാ മേനോനിലോട്ട് കൊടുത്തിട്ട് ശ്വേതാ മേനോൻ മറുപടി പറയട്ടെ എന്ന് ബാക്കിയുള്ളവർ പറഞ്ഞു. അങ്ങനെ ശ്വേതാ മേനോൻ ഇതെല്ലാം കൂടെ കേട്ടപ്പോഴേക്ക് ചാടി ഇറങ്ങി, ഞാൻ അമ്മയുടെ പ്രസിഡന്റ് ആണല്ലോ എന്ന് പറഞ്ഞ് മറുപടി പറയാൻ തുടങ്ങി. ആ മറുപടി പറഞ്ഞു തുടങ്ങിയതോടെ പ്രശ്നങ്ങൾ ഗുരുതരമായി. അങ്ങനെ ശ്വേതാ മേനോന്റെ കയ്യിൽ നിൽക്കാതെ വന്നു. അതിനിടയിൽ കൂടി കുക്കു പരമേശ്വരൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോഴും കുക്കു പരമേശ്വരനെ പറ്റി ഓരോരുത്തർ പറയുന്നുണ്ട്. ഈ രക്ഷപ്പെട്ടത് കുക്കു പരമേശ്വരനാണെന്ന് പലരും പല ഇന്റർവ്യൂവിലും പല നടിമാരും പറഞ്ഞു. ഞാൻ ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് തന്നെ കേട്ടായിരുന്നു. ഇതിൽ പെടേണ്ട ഒരാളായിരുന്നു കുക്കു. പക്ഷെ കുക്കു എന്തോ ഭാഗ്യത്തിന് ആ സൈഡിൽ കൂടെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ എല്ലാം കുരുക്കിയിട്ടിട്ട് കുക്കു രക്ഷപ്പെട്ടു, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞപ്പോ കോടതിയിലേക്കൊക്കെ പോകുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ലാലും മമ്മൂട്ടിയും നിശബ്ദരായിരിക്കുന്നതാണ് ഒരു ടെൻഷൻ. കാരണം അവർക്ക് ഇത് എന്താ ചെയ്യുന്നത്, ഇവർ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളൊരു ചിന്ത വന്നാൽ പോയി. അത് മാത്രമല്ല, അപ്പൊ അന്നത്തെ ആ ഒരു ആരോപണ വിധേയരാരാണ്? അപ്പൊ ഞങ്ങളാരും കണ്ടിട്ടില്ല. 2 പേജ് മാറ്റി വെച്ചതിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പേജിലുള്ള പേരുകൾ ശ്വേതക്ക് അറിയൂ? അതെന്തായാലും ഇവരിപ്പോ വേറെ ആണ് പറഞ്ഞത്. ആരോപണ വിധേയരെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പൊ കേസ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. ക്ഷേമ കമ്മീഷൻ എന്ന് പറയണമെങ്കിൽ അതിലുള്ള പേരുകളപ്പോ ശ്വേതക്ക് അറിയാന്നല്ലേ മനസ്സിലാക്കണ്ട. അപ്പൊ അതെങ്ങനെ ശ്വേത കണ്ടു? ഒരു ചോദ്യമാണ്. അത് ധൈര്യം ഉണ്ടോ പറയാൻ? അങ്ങനെയാണെങ്കിൽ അറിയുമെങ്കിൽ അപ്പൊ അന്ന് ഇത് അറിയെങ്കിൽ ഈ അമ്മയിൽ നിൽക്കുന്നിടത്തോളം എന്തുകൊണ്ട് ശ്വേത ചോദ്യം ചോദിച്ചില്ല? അത് പലരും പോയിട്ട് അവിടെ പരാതിയൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല ആരും? അപ്പൊ എന്തായിരുന്നു ഈ കൊടുത്തവരുടെ ഉദ്ദേശം? എന്തായിരുന്നു? ഒന്നും മനസ്സിലാണല്ലോ. ഒക്കെ ദുരൂഹതയാ. ധൈര്യമായിട്ട് പറയട്ടെ ആ പേര്. അങ്ങനെ പേരറിയെങ്കിൽ എല്ലാവരും ശ്വേതക്കൊപ്പം നിൽക്കും. വലിയൊരു കാര്യമാണ് ഈ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളുടെ ശ്വേതാ മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങളൊക്കെ എനിക്ക് അറിയാമെന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് വന്ന പേരുകൾ ആരുടെയൊക്കെയാണെന്ന് ശ്വേതാ മേനോന് കൃത്യമായിട്ട് അറിയാമായിരിക്കാം. എന്തുകൊണ്ട് ശ്വേത ഈ പേരുകൾ വെളിയിൽ വിടുന്നില്ല? ഇവിടെ സീനത്ത് ചോദിക്കുന്നു. അല്ലെങ്കിൽ മറ്റാർക്കും അറിയാൻ കഴിയാത്ത ഈ ഒരു രഹസ്യമായി വെച്ചിരിക്കുന്ന ഈ പേര് എങ്ങനെ ശ്വേതാ മേനോൻ അറിഞ്ഞു എന്ന് ഇവിടെ സീനത്ത് ചോദിക്കുന്നുണ്ട്. കറക്റ്റ് ചോദ്യമല്ലേ? അപ്പൊ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ എന്തോ ഭാഗങ്ങളും എന്തോ കാര്യങ്ങളും ഈ ശ്വേതാ മേനോൻ അറിയാം. അതുകൊണ്ടാണ് ഈ വലിയ വലിയ താരങ്ങളൊന്നും ഈ അമ്മയിലെ ഇത്രയും വിഷയങ്ങൾ നടന്നിട്ട് പോലും ആരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നത്. ഞാൻ പറഞ്ഞത് ഈ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ പ്രതികരിക്കുന്നില്ല എന്ന് പ്രത്യേകം ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. അവരെന്തുകൊണ്ട് ഇതിനകത്ത് പ്രതികരിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് സീനത്ത് പറയുന്നുണ്ട്. സീനത്ത് മാത്രമല്ല, പലരും ചോദിച്ച ചോദ്യം തന്നെയാണ്. ഈ ഹേമ കമ്മീഷൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ അവർ പ്രതികരിക്കാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരിലേക്ക് വരെ വിരൽ ചൂണ്ടും. ഈ വലിയ സൂപ്പർ സ്റ്റാറുകളിലേക്കും മെഗാസ്റ്റാറിലേക്കും അതുപോലെ തന്നെ താഴെത്തട്ടിൽ നിൽക്കുന്ന പുതിയ പുതിയ താരങ്ങളിലേക്കെല്ലാം ഈ ഒരു അലിഗേഷൻസ് വിരൽ ചൂണ്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഈ പറയുന്ന ശ്വേതയ്ക്കറിയാം. അതുകൊണ്ടാണ് ഈ ശ്വേതയ്ക്കെതിരെ പറയാൻ പലരും മടിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ശ്വേതാ മേനോൻ എന്തുകൊണ്ട് ഇത് വെളിയിൽ പറയുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ശ്വേതാ മേനോൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് മൊത്തം ഇപ്പോൾ ആ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചിട്ട് മാത്രമാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിപ്പോ പോകെ നമുക്ക് കേൾക്കാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂപ്പർ സ്റ്റാറുകൾ ഇല്ലെന്നിരിക്കട്ടെ, അവർ കാണത്തില്ലെന്നിരിക്കട്ടെ, പക്ഷെ അവർക്ക് വേണ്ടപ്പെട്ടവർ അതിനകത്തുണ്ടാവും. അപ്പം ആ വേണ്ടപ്പെട്ടവരിൽ നിന്നും ഉള്ള ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സ് കാരണമായിരിക്കാം ചിലപ്പം മിണ്ടാതിരിക്കുന്നത്. ചിലപ്പം എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്വേതാ മേനോൻ ഇതെല്ലാം കൂടെ എടുത്ത് വെളിയിലിട്ടാലോ, ഇന്ന പേരുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ആരും കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞല്ലോ. അത് പിന്നെയും വലിയൊരു ചർച്ചയിലേക്ക് പോകും. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഈ പറയുന്ന ശ്വേതാ മേനോൻ അറിയാം. ശ്വേതാ മേനോൻ അത് വെച്ചാണ് ബാക്കിയുള്ളവരെ അല്ലെങ്കിൽ വലിയ വലിയ താരങ്ങളെയൊക്കെ ഇപ്പം ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയൊക്കെ പേരുണ്ടെന്നും ഇതുവരെയും വെളിയിൽ വന്നിട്ടുണ്ടോ? വെളിയിൽ വന്നിട്ടില്ല. പക്ഷെ അത് രഹസ്യമായിട്ട് പലർക്കും അറിയാം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരുമിച്ച് 2 സുഹൃത്തുക്കൾ സംസാരിച്ചൊരു ശബ്ദമാണ്. അതെ അതെ, തുഷാരടി. അതെന്ത് മോശമല്ലേ? അത് ഇപ്പത്തെ ആ പയ്യനെ കൂട്ടുകാരന്മാർ എന്തൊക്കെ ഒന്ന് പറയും ആലോചിച്ച് നോക്കുക. അവര് സൗഹൃദമായിട്ടുള്ളവര്. ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരായിരുന്നു. അതുമല്ല, അവന്റെ ഒരു ലൈഫ് മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ എന്റെ രാഷ്ട്രീയം പിഷാരടി ഇതൊന്നല്ല കേട്ടോ. പിഷാരടി വേറെ രാഷ്ട്രീയം, എനിക്ക് വേറെ രാഷ്ട്രീയം. പക്ഷേ എങ്കിലും അവൻ നല്ലൊരു പൊസിഷനിൽ എത്തി അല്ലേ? ഉം. ആ സമയത്ത് ഇങ്ങനെ ജനങ്ങളുടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അവനെയാണ് ചെയ്തത്. അതെ.
ഇത് പറയുന്നത് നമ്മുടെ പിഷാരടിയും ശ്വേതാമേനോനും കൂടെ അവർ പേഴ്സണലായിട്ട് സംസാരിച്ച കാര്യം ശ്വേതാമേനോൻ തന്നെ എടുത്ത് വെളിയിലിട്ട് കൊടുത്തായിരുന്നു. എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് തിരിച്ചടിച്ചത് ശ്വേതാമേനോന് തന്നെയായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യം. ഇതുവരെ ശ്വേതാമേനോൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് അവര് രഹസ്യമായിട്ട് അല്ലെങ്കിൽ അവര് പേഴ്സണലി സംസാരിച്ച കാര്യമാണ്. അവർക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു റൈറ്റ്സ് ഉള്ള ആൾക്കാരായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുമായിരുന്നു. പക്ഷെ അന്ന് പെട്ടുപോയത് ഈ പറയുന്ന രമേശ് പിഷാരടി ആയിരുന്നു. പിഷാരടി പിന്നെ റെക്കോർഡിംഗ് ഒന്നും കാണത്തില്ല. ഈ പറയുന്ന ശ്വേതാമേനോൻ എന്ത് ചെയ്തു? ഇതെല്ലാവരും ഈ പിഷാരയുടെ മാത്രമല്ല ബാക്കി ഉള്ളവരുടെ എല്ലാം റെക്കോർഡിങ് കയ്യിലുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ റെക്കോർഡിംഗ് ഒക്കെ കയ്യിലുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറയുന്ന രമേശ് പിഷാരടിയുടെ ഈ വോയിസ് എടുത്ത് വെളിയിലിട്ടത്. അതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. രമേശ് പിഷാരടിയെ കുരുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വാണിംഗ് പോലെ എടുത്ത് വെളിയിലിട്ട ആ വോയിസ് തിരിച്ചടിച്ചത് ശ്വേതാമേനോൻ ആണെങ്കിലും അതിൽ ഭയക്കുന്ന പലരും ഉണ്ട്. അത് നമുക്ക് ഇപ്പൊ പോകെ കേൾക്കാം. ഞാൻ പറയുന്നത് പിഷാരടിക്കല്ല അത് കൊടുത്തിട്ടുള്ളത്. വേറെ സംസാരിച്ച് എന്നോട് ഇനി ആരെയും കളിച്ചാൽ ഞാൻ ഇതുപോലെ പുറത്ത് വിടും എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്റെ തോന്നലതാ. കുറെ സുഹൃത്തുക്കളാകുമ്പോൾ എന്തൊക്കെ തമാശ പറയും. അതുകൊണ്ട് നിങ്ങൾ ആരും എന്നോട് നീ കളിക്കാൻ വരണ്ട, ഞാൻ ഇതുപോലെ അതെ ഞാൻ വിടുന്ന ആരും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എന്താവശ്യത്തിനാണ് നിലവാരം കുറഞ്ഞ ഒരു കാര്യമായി നിലവാരം കുറഞ്ഞ പരിപാടി തന്നെയാണ് ആ കാണിച്ചത്. അത് കേരളം മൊത്തവും പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വിഷയത്തെ കുറിച്ച് അറിയാവുന്നവരെല്ലാം പറയുന്നുണ്ട്. ശ്വേതാമേനോൻ കാണിച്ചതിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു തെണ്ടിത്തരം തന്നെയാണ് അതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വാണിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാണിംഗ് കൊടുത്തതാണ്. ഞാൻ പിഷാരടിയുടെ അടുത്ത് വെളിയിലിട്ടു. പക്ഷെ ഇനി എനിക്ക് പലരുടെയും വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. എനിക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് ഞാൻ പതുക്കെ വെളിയിലേക്ക് എടുത്തിടും എന്നുള്ളൊരു വാണിംഗ് അതിനകത്തുണ്ട്. അതിലാണ് ഞാൻ ഈ പറയുന്നത് പലരും പെട്ടിരിക്കുന്നത്. ഒരാള് പോലും ശ്വേതയ്ക്കെതിരെ മനസ്സിൽ അവർക്ക് പറയണമെന്നുണ്ട് എന്നുണ്ടെങ്കിലും അവരെന്തുകൊണ്ട് വെളിയിൽ വന്ന് പക്കയായിട്ട് അല്ലെങ്കിൽ ശ്വേത ചെയ്ത് ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിങ്ങൾ മാറണം, അല്ലെങ്കിൽ കണക്ക് ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ഇതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാക്കണം എന്ന് അവർക്കൊന്നും പക്കായിട്ട് പോയിട്ട് ഈ ശ്വേതാമേനോട് പറയാൻ പറ്റാത്ത അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ശ്വേതാമേനോനോട് ഈ പറഞ്ഞ രമേശ് പിഷാരടി മാത്രമല്ല ബാക്കി പലരും പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് പേഴ്സണലായിട്ട് സംസാരിച്ചതാണ്. പക്ഷെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആകുമ്പോൾ പേഴ്സണൽ ആണോ പ്രൈവറ്റ് ആണോ ഇതൊന്നും അവിടെ വിഷയമല്ല. ആ വോയിസ് എടുത്ത് വെളിയിലിട്ട് കഴിഞ്ഞാൽ അറിയാലോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ കിണ്ടി പോവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് പല ആൾക്കാരും, പല സൂപ്പർ സ്റ്റാറുകളും, പല നടന്മാരും, പല നടിമാരും ഈ പറഞ്ഞ ശ്വേതാമേനോനെതിരെ സംസാരിക്കാൻ മടിക്കുന്നത്. അതാണ് സത്യമായ കാര്യം. അതൊരു വാണിംഗ് ആയിരുന്നു. എനിക്കെതിരെ ഇനി ആരെങ്കിലും പറഞ്ഞാൽ എനിക്കൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഞാൻ എടുത്തിട്ട് എന്റെ പാട്ടിന് പോവും. ഈ വോയിസ് എല്ലാം വെളിയിൽ വരും എന്നുള്ളത്. അതുകൊണ്ടാണോ ഇനി പലരും മിണ്ടാതിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സംശയിച്ചു പോകത്തില്ലേ, എന്തുകൊണ്ട് ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായി, കേസുമായിട്ട് ഹൈക്കോടതി, സുപ്രീം കോടതി എല്ലാം പോകുന്നു. അതുപോലെ ശ്വേതാമേനോനെതിരെ അലിഗേഷൻസ് പടപടാന്ന് വന്നുകൊണ്ടിരിക്കുന്നു, ലക്ഷ്മിപ്രിയക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നു. പോട്ടെ, ലക്ഷ്മിപ്രിയയുടെ കാര്യം വിട്ടേക്ക്, ഈ പറഞ്ഞ ശ്വേതാമേനോനെതിരെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിനകത്ത് എത്ര പേര്, എത്ര സൂപ്പർ സ്റ്റാറുകൾ, എത്ര മെഗാ സ്റ്റാറുകൾ, അല്ലെങ്കിൽ അതിന് താഴെയുള്ള സീനിയേഴ്സായ ജൂനിയേഴ്സായ എത്രയോ സ്റ്റാറുകൾ നമുക്കുണ്ട്. അവരാരും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അപ്പൊ ശ്വേതാമേനോൻ എല്ലാരെയും ഒരു കുരുക്കി വെച്ചിട്ടുണ്ട് ഒരു ഡബ്ബക്കകത്ത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല. അപ്പൊ ആ ഒരു ഭയം, അന്ധഭയം ഇറുക്കണം എന്ന് പറയുന്ന പോലെ ശ്വേതാമേനോൻ ഇവരെയൊക്കെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പൊ റെക്കോർഡിംഗ് ഇല്ലെങ്കിലും അവർ വിചാരിക്കും ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇനി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് പോലും ആരും സംസാരിക്കാൻ ചാൻസ് കുറവാണ്. ഇതിനെതിരെ, ശ്വേതക്കെതിരെ ആരെങ്കിലും പറയാൻ ചാൻസ് കുറവാണ്. കാരണം പെട്ടുപോയില്ലേ, ഇനി വല്ലതും പറയാൻ പറ്റുമോ? ഞാനും പല പ്രാവശ്യം ചിന്തിച്ചതാണ്, ഈ മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും മറ്റുള്ള നടന്മാരാണെങ്കിലും എന്തുകൊണ്ട് ഇതിനകത്ത് ആസിഫ് അലി മാത്രമേ ഉള്ളൂ വന്ന് അൻസിബയ്ക്ക് അനുകൂലമായിട്ട് സംസാരിച്ചത്, അത്ര ഒരു ഫെയിമിൽ നിൽക്കുന്ന. ബാക്കി ആരും പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ച് ഞാൻ കേട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇത് തന്നെ ആയിരിക്കാം. മറ്റേത് എന്ന് പറഞ്ഞാല് ശബ്ദം നമ്മൾ ഒരേപോലെയല്ല ശബ്ദം കിടക്കുന്നത്. ഒരു വേറെ ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്ത പോലെ ശ്വേതന്റെ ശബ്ദം കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട്, മറ്റേത് അത്ര ഇല്ലാത്ത പോലെ. അറിയില്ല കേട്ടോ, എനിക്ക് തോന്നിയതാണെന്നോ, എനിക്ക് കേട്ടപ്പോൾ തോന്നുന്നു. എന്തായാലും നമ്മൾ പറയാം അത് വളരെ മോശമായിപ്പോയി, അതൊക്കെ പക്വതല്ലാത്ത ചെയ്യലായിപ്പോയി. അതിന് ശരിക്കും പിഷാരടിയോട് ശരിക്കും മാപ്പ് പറയാം. ചതി, ഭയങ്കര ചതി. അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിന് ശേഷം ശ്വേതയെ വിളിച്ചിട്ട് എന്താണ് പരിപാടി എന്നൊക്കെ ചോദിക്കണം എന്നുണ്ട്. പക്ഷെ പേടിയാണ്, നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ എന്തൊക്കെയാ പറയാന്നുള്ളത് അറിയില്ലല്ലോ. കാഷ്വലി പറയണായിരിക്കാം. അതെ, കൊണ്ട് വിളിക്കാൻ പോലും പോയിട്ടില്ല. കറക്റ്റ് കാര്യമാണ് കേട്ടോ. ഇങ്ങനെ
പിഷാരിയുടെ വോയിസ് വെളി വന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പൊ ശ്വേതാമേനോട് സംസാരിക്കാൻ മടിക്കുന്നുണ്ട്. രഹസ്യമായിട്ട് പോലും ഒരു കാര്യം ചോദിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പരിപാടി എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരാൾ ഇപ്പൊ മനുഷ്യരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഒരാളെ കുറിച്ച് മറ്റൊരാൾ കുറ്റമൊക്കെ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ശ്വേതാമേനോട് വിളിക്കാനോ സംസാരിക്കാനോ ഇവർക്ക് പേടിയാണ്. കാരണം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് വെളിയിലെടുത്തിട്ട് കളയും ഒരു സമയമാകുമ്പോൾ, എന്നോട് അന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശ്വേതാമേനോട് ഇപ്പൊ സംസാരിക്കാൻ പലർക്കും പേടിയാണ്. ഇല്ല, നമ്മളെ ഒരാൾ വിശ്വസിച്ച ഒരു കാര്യം പറയുമ്പോൾ അത് അവരെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു സമയത്ത് എടുത്ത് വെളിയിലിട്ട് ഞാൻ വലിയ മാസമായി പോയെന്ന് കാണിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് നമ്മളുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. അത് ഓരോരുത്തരും അവരുടെ കാഴ്ചപ്പാടാണ്. അവരെ പിന്നെ നമ്മൾ ഒരു വട്ടം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോട് സംസാരിക്കാൻ പോകത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഫോണിൽ കൂടെ പോലും നമ്മൾ എന്തുകൊണ്ടോ ഒന്നുമില്ല ഒരാളെ കുറിച്ച് പോലും ഒന്നും പറയാൻ പോലും നമ്മൾ നിൽക്കത്തില്ല. കാരണം എന്താണ്, അവര് പറയുന്നത് ശരി, അവര് ചിലപ്പോൾ ഇങ്ങോട്ട് ഇട്ട് വന്നിട്ട് അങ്ങോട്ട് പിടിക്കാൻ വേണ്ടി പറയുമായിരിക്കും, എന്നാലും ആ വോയിസ് മാത്രമേ വെളിയിൽ വരത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കുറെ പേരുണ്ട്. ഇത് തെണ്ടിത്തരം തന്നെയാണ്. ഈ വോയിസ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് തെണ്ടിത്തരത്തിന് അങ്ങേയറ്റമാണ്. അല്ലെങ്കിൽ അവരോട് പറയണം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് ചോദിക്കാം, ഞാനൊരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഈ വോയിസ് ഞാൻ പുറത്തു വിടും എന്ന് പറയുന്നതൊക്കെ ഒരു മാന്യതയുണ്ട്, പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ പലരുടെയും മൊബൈലിൽ എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ആണ്. ഐഫോൺ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ഉണ്ട്. ഐഫോണിലും ഉണ്ട്, പക്ഷെ ഐഫോണിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് കേൾക്കാം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പക്ഷെ അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ സീനത്ത് പറയുന്നത് മറ്റൊരു ഫോൺ വെച്ചാണോ ഇത് റെക്കോർഡ് ചെയ്തത് എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ശ്വേതയുടെ കയ്യിൽ അന്ന് ഐഫോൺ ആയിരിക്കാം. അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ഒരെണ്ണം കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാമല്ലോ. വെളിയിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും, സ്പീക്കർ ഇട്ടിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്തതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ശ്വേതയുടെ വോയിസ് നല്ല ക്ലിയറും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വോയിസ് അത്ര ക്ലിയറും അല്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ തെണ്ടിത്തരം കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിനെ നമ്മൾ തെണ്ടിത്തരം, ചറ്റത്തരം എന്നൊക്കെ തന്നെ നമുക്ക് പക്കയായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് എന്താണ്, ഇവരുടെ അടുത്ത് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമോ? ഇവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമോ? അത് ഇവര് തന്നെ ഇവരെ കുഴി തോണ്ടി എന്നുള്ളതാണ്. ഇവരെ പോലെ ഒരുപാട് പേരുണ്ട്. അവരുടെയും കൂടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഗ്രൗണ്ട് മൊത്തത്തിൽ ഈ ശ്വേതാമേനോനെതിരാണ്. ശ്വേതാമേനോൻ രാജിവെച്ച് തിരിച്ചു വന്നത് പോലും പലർക്കും ഇഷ്ടമായിട്ടില്ല. അതിന് ഇനിയിപ്പോ കമ്മിറ്റി കൂടുമ്പോഴാണ് അടുത്ത അടി തുടങ്ങാൻ പോകുന്നത്. ഈ അമ്മ എന്ന സംഘടന ഇനി നേരെ ഇവ മുന്നോട്ട് പോകണമെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനകത്ത് പുതിയ ഇലക്ഷൻ നടത്തി പുതിയ ആളെ തെരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ കല്ലുകടി എപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഈ ലക്ഷ്മിപ്രിയയെ പോലെ ഉള്ളവർ അതിനകത്ത് വരാൻ പലരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ലക്ഷ്മിപ്രിയ പോലെ ഉള്ളവരെ ഇനി തിരിച്ചെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ തിരിച്ചെടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ പേരെ എടുക്കാനുണ്ട്. വെളിയിൽ നിന്ന് രാജിവെച്ച് പോയവരുണ്ടല്ലോ, അവരെല്ലാം തിരിച്ചെടുക്കണ്ടേ? അപ്പൊ ലക്ഷ്മിപ്രിയയ്ക്ക് ഒരു നിയമവും മറ്റുള്ളവർക്ക് മറ്റൊരു നിയമവും പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദിലീപ്, ഭാവന ഇവരെല്ലാരും തിരിച്ചു വരണം. ഒരാൾക്കൊരു നിയമം മറ്റൊരാൾക്ക് മറ്റൊരു നിയമം എന്നുള്ളത് അവിടെ നടക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ലക്ഷ്മിപ്രിയ ഇനി എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അങ്ങനെ എടുക്കുവാണെങ്കിൽ മറ്റുള്ളവരെയും എടുക്കണം, രാജിവെച്ച് പോയവരെയും കൊണ്ടുവരണം, നേരത്തെ മുതലേ പോയവരെയും കൊണ്ടുവരണം എന്നും അവിടെ ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും ഈ അടി ഇപ്പോഴെങ്ങും തീരത്തില്ല. ഗ്രൗണ്ട് മൊത്തവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശ്വേതാമേനോനെതിരാണ്. പക്ഷേ ശ്വേതാമേനോന്റെ പിടിവള്ളി എന്താണെന്ന് വെച്ചാൽ വോയിസ് റെക്കോർഡും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമാണ്. ഇത് രണ്ടുമാണ് ബാക്കിയുള്ളവരുടെ എല്ലാം വായടപ്പിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള മഹാനടന്മാരുടെയും നടിമാരുടെയും ഒക്കെ വായടപ്പിച്ച് വെച്ചിരിക്കുന്നതും ഈ ഒരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഈ ശ്വേതയെടുത്തുള്ള വോയിസ് റെക്കോർഡിംഗ് ആണ്. എന്തായാലും ഇനിയും പോകെ കുറെ കാണാനുണ്ട്. ഇനിയിപ്പോ എന്തായാലും 40 ദിവസത്തിനുള്ളങ്ങാണ്ട് അടുത്ത കമ്മിറ്റി വിളിക്കണമല്ലോ. ആ കമ്മിറ്റി വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത യുദ്ധം കാണാൻ പറ്റും. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.